പ്രജിൻ, വളരെ വിചിത്രമായ ഒരു വാദമായിട്ടാണ് ഇതുവരെ കേട്ട വാദങ്ങളെ എനിക്ക് തോന്നുന്നത്. കാരണം പറയാം. ഒന്നാമത്തെ കാര്യം, ഈ നടത്തിയത് നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ പറഞ്ഞത്. ഇനി അത് പറഞ്ഞത് മതസ്പർദ്ധ വളർത്തുന്നതാണോ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണോ എന്നതാണ്. ഇനി അഥവാ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന വാദം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനൗൺസ്മെന്റിലെ വാചകം ഇങ്ങനെയാണ്: പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ, അതായത് ആ സമുദായത്തിലെ കുട്ടിക്ക് എന്നാണ്. മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. സമത്വബോധമുള്ള മനുഷ്യർ ഇത് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ ഒരു സ്വകാര്യമായി ഈ വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രചാരണം ലീഗ് നടത്തുന്നുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിലൂടെ പറഞ്ഞുകൊണ്ട് പോവുകയല്ല, അവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്, പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം. ഇനി ഈ വാചകത്തിന്റെ അപകടം എന്താണ്? ഇത് മറുഭാഗത്ത് നിൽക്കുന്ന, അതായത് പേരാമ്പ്രയിൽ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരുപക്ഷെ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായി ഈ ഫാത്തിമ തെഹലിയുടെ പ്രവർത്തനം കൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ എതിരാളിയെ ചാപ്പകുത്താൻ അവർ വർഗീയ പ്രചാരണം നടത്തുന്നയാളാണ് എന്ന് വോട്ടർക്കിടയിൽ അവരെ സ്റ്റാമ്പ് ചെയ്യാൻ നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമല്ലേ ഈ പ്രചാരണം എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അവിടെയാണ് ഇത് മതധ്രുവീകരണത്തിന് ഇടവരുത്തുന്ന ഒരു തെറ്റായ പ്രചാരണമാണെന്നും ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി അനുവദിക്കപ്പെടാൻ പാടില്ല എന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമായി കാണണം എന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പരാതി ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇനി വടകരയിൽ എന്താണ് സംഭവിച്ചത്? കാഫിർ സ്ക്രീൻഷോട്ട് നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ആ വിവാദം വടകര മണ്ഡലത്തെ എങ്ങനെ ബാധിച്ചു, അത് ഏത് തരത്തിലുള്ള വിവാദമായി എന്ന് നമുക്ക് അറിയാം. അതിന് സമാനമായ രീതിയിൽ ഇത് ഉണ്ടാക്കിയതാണോ എന്ന സംശയമുണ്ട്. ഇനി ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ, ലീഗ് മുമ്പും വർഗീയ പ്രചാരണം നടത്തിയിട്ടുണ്ട്, അവർ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ നടത്തുന്നുണ്ട്, അവർക്കെതിരെ പരാതി ഉണ്ടെന്ന്. അങ്ങനെ ഒരു പരാതി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി.പി. രാമകൃഷ്ണൻ ഇല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് തെറ്റാണെന്ന്. ഇങ്ങനെ ഒന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പേരാമ്പ്രയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞു. അങ്ങനെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രചാരണം നടത്താൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, എനിക്ക് എന്റെ വാഹനത്തിന്റെ തന്നെ നമ്പർ ഓർമ്മയില്ല എന്നാണ്, ഇത് നിങ്ങളുടെ പ്രചാരണ വാഹനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ടി.പി. രാമകൃഷ്ണൻ മാത്രമല്ല ഇന്നിപ്പോ കുറച്ചുകൂടെ കടത്തി പറഞ്ഞു. അതായത് അതല്ല ഔദ്യോഗികമായുള്ള അനൗൺസ്മെന്റ്, അതൊരു പെൻഡ്രൈവ് ഉണ്ട്, ആ പെൻഡ്രൈവ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം എന്നാണ് മാധ്യമത്തിൽ. ഇനി ഫാത്തിമ തെഹലിയെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പ്രചാരണ വാഹനത്തിലൂടെ നടത്തുന്ന പ്രചാരണ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വളരെ യുക്തിസഹമായ ലളിതമായ ഒരു സംശയമല്ലേ? അതായത് എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകണം, ആ സ്ക്രിപ്റ്റ് ഒരാൾ നോക്കിയിട്ടുണ്ടാകണം, ആ സ്ക്രിപ്റ്റ് തിരുത്തി കൊടുത്തിട്ടുണ്ടാകണം. അതിനുശേഷമായിരിക്കും നമുക്കറിയാലോ അതൊരു ഓഡിയോ ആകുന്നതും പിന്നീട് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അനൗൺസ്മെന്റ് ആയി മാറുന്നതും. ആരും കാണാതെ, ആരും ശ്രദ്ധിക്കാതെ, വളരെ നിഷ്കളങ്കമായി ഇങ്ങനെ ഒരു വാചകം അതിനകത്ത് കടന്നുകൂടി എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഇത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഗുരുതരമായ ഒരു പരാതിയാണ്. ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ, ആ പരാതിക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.